பூக்கும் தருணம் மாறுயிரே பார்த்ததாருமில்லை. புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே. நேற்று வரை நேரம் போகவில்லையே, உனதருகே நேரம் போகவில்லை. எதுவும் பேசவில்லை, இன்றேனோ எதுவும் தோன்றவில்லை. ലക്ഷ്മി, ഭദ്രേ, കുട്ടികള് വരാറായില്ലേ? ആ അമ്മേ, അവര് കുറച്ചു മുമ്പ് വിളിച്ചപ്പോ തിരിച്ചു എന്നാ പറഞ്ഞത്. പിന്നെ അവളുമാരുടെ കൂട്ടുകാരികളും കൂടെ ഉണ്ട്. അപ്പം ആ മക്കളെയും കൂടെ കൊണ്ടാക്കിയിട്ടേ വരാൻ പറ്റത്തോളെന്ന് പറഞ്ഞായിരുന്നു. അതായിരിക്കും ഇത്ര താമസിക്കുന്നത്. എത്ര നാളായി ഞാൻ എന്റെ കുട്ടികളെ കണ്ടിട്ട്. അവരുടെ വരവും പ്രമാണിച്ച് ഒരാള് രാവിലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഇളനീരിടാനാന്നും പറഞ്ഞ് കുമാരനെയും കൂട്ടിക്കൊണ്ട് തോപ്പിലോട്ട് പോയിട്ടുണ്ട്. അമ്മയും അച്ഛനും കൂടെ ചേർന്ന അവളുമാരെ ഇങ്ങനെ വഷളാക്കുന്നത്. അത് നീ പറഞ്ഞത് ശരിയാ ഭദ്രെ. അല്ലെങ്കിൽ തന്നെ അവളുമാർ എന്തൊക്കെയായിരുന്നു ആ 5 വർഷം ആ ബാംഗ്ലൂർ കാട്ടിക്കൂട്ടിയത്. ഞാൻ വിചാരിച്ചു ആ കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാതെ അവളുമാര് തിരിച്ച് വീട്ടിൽ വന്ന് നിക്കുവെന്നാ. വന്നോ എന്റെ കാന്താരികള്? ഇല്ല, കുട്ടികള് വൈകൂന്നാ പറഞ്ഞേ. എന്താ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്റെ കാന്താരികളെ പറ്റിയാണോ അതോ എനിക്ക് തോന്നിയതാണോ? ഇവര് പറയുവാന്നേ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ വഷളാക്കുന്നേന്ന്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുട്ടികളില്ലെങ്കിൽ ഈ തറവാടിന് ഒരു അനക്കം ഉണ്ടാവില്ല. അവര് തന്നെ ഈ തറവാടിന്റെ ശബ്ദം. മുത്തശ്ശി, മുത്തശ്ശ, എന്താ എന്റെ മുത്തു ഇത്? ഇപ്പൊ കണ്ടാ ഞങ്ങളുടെ ചേച്ചി അന്നേ പറയുള്ളൂ. പ്രായം കൂടുന്നതും സുന്ദരിയായി വരുക. എന്തോ അതിന്റെ രഹസ്യം? അടി വന്ന് കേറിയിട്ട് നിന്നെ കളിയാക്കാ കുട്ടി. ഡീ ശിവ, നീ ഇങ്ങോട്ടും കൂടെ ഒന്ന് നോക്കേ. ദാ ഇപ്പൊ പൊട്ടുമെന്നും പറഞ്ഞ് ഈ കുട്ടിക്കാലം വീർപ്പിച്ച് വെച്ചിരിക്കുക. ഇത് നമ്മുടെ പ്രേം നസീർ തന്നല്ലേ? എന്നെ ആണ് സോപ്പിടാനൊന്നും വരണ്ട. എല്ലാവർക്കും അവരുടെ മുത്തൂനെ മതിയല്ലോ. ഓ, അപ്പോഴത്തേക്കും പിണങ്ങിയോ ഞങ്ങളുടെ നീലകണ്ഠൻ? എടി ശിവ, നമ്മള് നമ്മുടെ നീലകണ്ഠന് കൊടുക്കാനായിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ പുള്ളിക്കാരൻ പിണക്കത്തിലല്ലേ. അപ്പൊ പിന്നെ നമ്മളതെങ്ങനെ കൊടുക്കുന്നത്? മതി പിള്ളാരെ, വന്ന് കേറി ഉടനെ മുത്തശ്ശിയെയും കളിയായിക്കോണം. നിനക്ക് രണ്ടിനും കുസക്കടിച്ചിരി കൂടുന്നുണ്ട്. അത് ലക്ഷ്മി ചേച്ചി പറഞ്ഞത് ശരിയാ. വളർന്ന് ഡോക്ടറായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? രണ്ടെണ്ണത്തിനും ഇപ്പോഴും വിവരവും ബോധവും ഇല്ല. ഓ എന്റെ അമ്മമാരെ, ഞങ്ങൾ വന്ന് കേറി ഉടനെ ചട്ടുകം എടുക്കണ്ട. ഞങ്ങൾ ഇതൊക്കെ ഒരു തമാശക്ക് ചെയ്യുന്നതല്ലേ. ഇല്ലേ മുത്തു? ഇല്ലേ മുത്തശ്ശ? നിങ്ങളുടെ രണ്ടുപേരെ എടുത്ത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, ഞങ്ങളുടെ കുട്ടികളുടെ ഈ തമാശയാണ് ഞങ്ങളുടെ ഊർജമെന്ന്. പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പിള്ളാരെ വഴക്ക് പറയുന്നത്? ഇനി എന്റെ പിള്ളാരെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുണ്ടല്ലോ. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട മുത്തച്ഛ. കണ്ടില്ലേ ലക്ഷ്മി ചേച്ചി, നമ്മളിപ്പോ ആരായി? ഇപ്പൊ അവരെല്ലാം ഒറ്റക്കെട്ട്. അല്ലേലും പണ്ടേ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനാരാ ഇവരെ പറയാൻ? അജ്ജടാ, എന്റെ ഭദ്രക്കുട്ടി പിണങ്ങിയോ? അവിടെ പോവാൻ പറ. ഞാനുണ്ട് എന്റെ ഭദ്രക്കുട്ടിക്ക്. ഓ, അല്ലേലും എനിക്കെന്ത് ലക്ഷ്മിക്കുട്ടിയുണ്ട് അല്ലേ? എല്ലാവരുടെയും പിണക്കവും ഇണക്കവും കഴിഞ്ഞെങ്കിൽ പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ട് ഭക്ഷണം കൊടുത്തേ. അല്ല, എന്റെ ഒരു സന്താനം ഇവിടുന്ന് പെങ്ങന്മാരെ വിളിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിയായിരുന്നു. എന്നിട്ട് അവനെവിടെ? അത് പിന്നെ അമ്മ. ഓ, ഞാനിവിടെ ഉണ്ടേ. അല്ല, നീ എന്താ ഇങ്ങനെ കിതയ്ക്കുന്നത്? അത് പിന്നെ ഭദ്രാമേ, ഞാൻ അമ്മമാരെ ഞങ്ങക്ക് വിശക്കുന്നു. എല്ലാരും പോയി ചെന്ന് ഞങ്ങക്ക് ഫുഡ് എടുത്തു വെച്ചേ. പോട്ടെ പോട്ടെ. ഡീ, നിനക്കൊക്കെയുള്ള പണി ഞാൻ തരുന്നുണ്ട്. കർത്താവെ, നീ കൽപ്പിച്ചപ്പോൾ വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവെ, നീ മനസ്സിന്റെ പാതി പകുത്തവൾക്കൊരു പങ്കു കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലകയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൾത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു. ഹോയ്, ഇല്ല പെണ്ണേ ഞാൻ വീടില്ല, പൊന്നേ ഞാൻ വീടില്ല, വീടില്ല നിന്റെ വീട് വീടില്ല. ഷോ, ഞാൻ എന്നെ കൊണ്ട് തന്നെ തോറ്റ്. ഞാനൊരു കഴിവേറ് തന്നെ. അല്ല,
കഴിവേറിയ ആള് തന്നെ. എടി നമുക്കൊരു പണി കൊടുത്താലോ? അതും നീ പറഞ്ഞത് ശരിയാ. എത്രയെന്ന് വെച്ചാ ഇത് സഹിക്കുന്നത്? എടാ ചേട്ടാ, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, നിർത്ത്, നിർത്ത്. എന്താ 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 എന്ത് പറ്റി? ദേ അവിടെ കരിക്കട, ഞങ്ങൾക്ക് കരിക്ക് വേണം. ഓ, ഇതായിരുന്നോ? മനുഷ്യന്റെ പാതി ജീവൻ അങ്ങ് പോയി. ഓ, നിന്ന് വാചകം കഴിക്കാതെ പോയി വാങ്ങിച്ചോണ്ട് വാ. എടി, തറവാട്ടി മുത്തച്ഛൻ നിങ്ങൾക്ക് വേണ്ടി കുമാരേട്ടനെ കൊണ്ട് കരിക്കിടിക്കുന്നുണ്ട്. പിന്നെന്തിനാ ഇവിടുന്ന്? ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ഡീ ശിവ, നമ്മൾ തിരിച്ചു വരണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വന്നത് എല്ലാവർക്കും ശല്യമാണ്. നിനക്ക് മനസ്സിലായില്ലേ? നമ്മളൊരു കരിക്ക് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് അതിന് പോലും പറ്റില്ലെന്നാ പറയുന്നത്. നീ പറഞ്ഞത് ശരിയാ. നമ്മളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലേ? മതി, വേണ്ട, ഞാൻ വാങ്ങിത്തരാം. ചേട്ടാ, 2 കരിക്ക് എത്രയായി? ഇതെന്താ എന്റെ കാറിങ്ങനെ നീങ്ങുന്നത്? എനിക്ക് തോന്നിയതായിരിക്കും. അയ്യോ, അല്ല, എന്റെ കാറ് കാറ് ഞാൻ കേറിയില്ല. ശിവ, വച്ചു, ഞാൻ കേറിയില്ല. നിർത്ത് നിർത്ത്. മോൻ തൽക്കാലം വേറെ വല്ല വണ്ടിയും പിടിച്ചോ കേട്ടോ. ബൈ ബൈ. ഓ, ഇവിടെമാരുടെ ഓവർ സങ്കടം കണ്ടപ്പോഴേ ഓർക്കണമായിരുന്നു ഞാൻ ഇതുങ്ങളെ കുറിച്ച്. ഓ, ഇനി ഇവിടെ എവിടെ നിന്ന് വണ്ടി കിട്ടാനാ എന്റെ ഭഗവാനെ. എന്തായാലും ഒരു ബൈക്ക് വരുന്നുണ്ട്, കൈ കാണിച്ചു നോക്കാം. നിർത്തിയാ മതിയായിരുന്നു. ദൈവമേ, നിർത്തണേ. ചേട്ടാ, ഒരു ലിഫ്റ്റ് തരുമോ? ദേ ആ പോകുന്ന കാറിന്റെ പുറകെ പോയാ മതി. ഓ, ഇയാള് കടിക്കോ? അല്ല ചേട്ടാ, ബൈ ദ ബൈ, ചേട്ടൻ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എന്റെ കൂട്ടുകാരന്റെ അടുത്തേക്കാ പോകുന്നത്. ഓ, നൈസ്. അല്ല ചേട്ടാ, കൂട്ടുകാരന്റെ പേരെന്താ? കാലൻ. വാവ്, വാട്ട് എ നൈസ് നെയിം. നിങ്ങൾ കൂട്ടുകാർ അദ്ദേഹത്തിനൊക്കെ ഇരട്ടപ്പേരാ? അല്ല, അവന്റെ പേര് കാലെന്ന. അവൻ എന്നെ എന്നും വന്ന് വിളിക്കാറുണ്ട് അവന്റെ നാട്ടിലോട്ട്. പക്ഷെ എനിക്ക് പോകാൻ അത്ര മൂഡില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് നല്ല മൂഡുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് പോകാന്ന് വെച്ചു. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, നീയും എന്റെ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല ചേട്ടാ, ചേട്ടന്റെ കൂട്ടുകാരന്റെ പേര് കാലൻ. അപ്പോ കൂട്ടുകാരന്റെ നാടിന്റെ പേരെന്താണാവോ? കാലാപുരി. അവിടുത്തെ രാജാവാണവൻ. ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന അവൻ എന്നെ അവന്റെ പാർട്ട്ണറാക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പൊ നീയും വരുമല്ലേ? ഞാൻ നിന്നെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിയമിച്ചിരിക്കുന്നു. അയ്യോ നാട്ടുകാരെ, എന്നെ രക്ഷിക്കണേ, ഇങ്ങേർക്ക് വട്ടാണേ. നിർത്തണോ? നിർത്താൻ, വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ? നീ എന്തിനാ ഇങ്ങനെ പാളം വെക്കുന്നത്? നമ്മളിപ്പോ അങ്ങെത്തും. പിന്നെ എന്തിനാ ഈ പേടി? ആ വളവ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞ ഒരു കൊക്കയ നമുക്ക് നേരെ കാലാപുരി ചെന്ന് ലാൻഡ് ചെയ്യാം. അയ്യോ എന്റെ ഈശ്വര, എന്നെ രക്ഷിക്കണേ. ഈശ്വര, അതിന്ന് എങ്ങനെ രക്ഷപ്പെട്ടേന്ന് എനിക്ക് മാത്രമേ അറിയൂ. എടാ വാവേ, നീ എന്ത് ഈ സ്വപ്നം കാണുന്നത്? വരുന്നില്ലേ? വന്ന് കഴിക്കടാ. അല്ലെങ്കിൽ പിന്നെ അവസാനം ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വാളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അമ്മേ, ഞാൻ വരുവാ. നീ എന്താണ് ഇങ്ങനെ നടക്കുന്നത്? അതൊരു വലിയ കഥയാടാ അളിയാ. വലിയ കഥ. അവനിങ്ങനെ നടക്കുന്നതിന് നീയും അവനും ഒരുപോലെ കുറ്റക്കാരാ. ചുച്ചി, നിങ്ങൾ രണ്ടുപേരും എന്ത് പറയുന്നത്? ഒരു വാൽത്തുമ്പില്ലാതോലൊന്ന് പറയാതെ എന്തോ സംഭവം പറ. ഇവിടെ നീയൊക്കെ കൂടി വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്ന 2 എണ്ണം ഉണ്ടല്ലോ, അതുങ്ങളുടെ പണിയത്. നീ ഇത് ആരുടെ കാര്യ പറയുന്നത്? അതോ നിന്റെ 2. ഇതാരാ ഈ രാവിലെ തന്നെ? ഇതാരാ? ശില്പയോ? എന്താ ശില്പ ഈ രാവിലെ തന്നെ ഇങ്ങോട്ട്? ലുക്കിംഗ് രുദ്രാക്ഷി, ഞാൻ എന്റെ ചൈൽഡിനെ നല്ല ഡിസിപ്ലിനോട് കൂടിയാണ് വളർത്തുന്നത്. പക്ഷെ നിങ്ങളുടെ 2 ഡെവിൽ കിഡ്സ് കാരണം എന്റെ ചൈൽഡിന് 1 ഡേ ആയിട്ട് ലൂസ് മോഷൻ ആണ്. അവന്റെ ഫുഡിൽ അവർ എന്തോ മിക്സ് ചെയ്തു എന്നാണ് അവന്റെ ഫ്രണ്ട്സ് തോക്കുന്നത്. ശില്പ, അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശില്പയ്ക്ക് മാറിപ്പോയതായിരിക്കും. നോ, അല്ല. എങ്കിൽ പിന്നെ രുദ്രാക്ഷി അവരെ കോളൂ, ഞാൻ നോക്കാം അവരോട്. ശില്പ ചേച്ചി, അവരങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവും. ഏയ് നോ ഋഷഭ്, എനിക്കൊരു മിസ്റ്റേക്കും പറ്റിയിട്ടില്ല. ഋഷി വേണ്ട, അവരോട് തന്നെ ചോദിക്കാം. വിച്ചു, വിഹി, വിച്ചു, വിച്ചു, വിഹി, വിഹി, താട്ടോന്നെ. വിച്ചു, നമ്മളെ പെട്ടെന്നാ തോന്നുന്നേ. ബാടാ. ഹേ, 2 little devils,
നിങ്ങളല്ലേ എന്റെ ചൈൽഡിന്റെ ഫുഡിൽ വീം കലക്കിയത്? No, auntie, we didn't know anything. Yes, auntie, he is right. We didn't do anything. അല്ലെങ്കിൽ തന്നെ ഷാരോൺ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനാ അവന് പണി കൊടുക്കുന്നത്? യു ലിറ്റിൽ ലയേഴ്സ്, ഇവന്റെ ഫ്രണ്ട്സ് ടോക്കിയല്ലോ നിങ്ങളാ ഇത് ചെയ്തതെന്ന്. ആന്റി, അല്ലെങ്കിലും ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഞങ്ങളോട് കുശുമ്പ, അതുകൊണ്ടാ അവർ അങ്ങനെ പറഞ്ഞത്. ആന്റിക്ക് ഞങ്ങളെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന്? സോറി, ആന്റിക്ക് മനസ്സിലായി നിങ്ങൾ അല്ല അങ്ങനെ ചെയ്തതെന്ന്. സോ സോറി രുദ്രാക്ഷി ആൻഡ് ഋഷഭ് for disturbing you in this രാവിലെ. So sorry my little angels. Oh sorry, ഞാൻ ഗോയിങ് ആണേ. ഓ മോനെ, ഒന്ന് പിടിച്ചു നിർത്ത്, നമുക്കിപ്പൊ കക്കൂസി പോവാ. അമ്മ ഇപ്പൊ കൊണ്ടുപോവേ. ഒന്ന് നിന്നേ രണ്ടോടെ. എടാ വിച്ചു, നമ്മള് വീണ്ടും പെട്ടെന്നാ തോന്നുന്നു. ഇനി എന്തോ ചെയ്യും? എന്തേ ഇനി തിരിയാൻ ഞാൻ പ്രത്യേകം പറയണോ? മുഖത്തോട്ടൊക്കെ. വിച്ചു സത്യം പറ, നിങ്ങളല്ലേ ഇത് ചെയ്തത്? ഏയ്, ഞങ്ങളല്ല അമ്മ ചെയ്തത്. ഞാൻ നിന്നോടല്ല ചോദിച്ചത്, വിച്ചുവിനോടാ. വിച്ചു സത്യം പറ, എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും, നിങ്ങളല്ല ഇത് ചെയ്തെന്ന്. രുദ്രി, നീ എന്തേ കാണിക്കുന്നത്? പിള്ളേരെ പേടിപ്പിച്ച് പറയിപ്പിക്കുന്നോ? അവരൊന്നും അല്ലാതെ ചെയ്തെന്ന് അവർ പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? അങ്കി, നീ ഇതുങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിക്കണ്ട. ഇതുങ്ങളെ രണ്ടിനെയും നീ രണ്ടും കൂടി ഇതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടാ ഇപ്പൊ ഇത്രയും കുരുത്തക്കേട് കാണിച്ചു കൂട്ടുന്നത്. ഞാൻ മറന്നിട്ടൊന്നുമില്ല കഴിഞ്ഞ ആഴ്ച നടന്നത്. അങ്കി, നീ എന്ത് വിചാരിച്ചത്? നിങ്ങളെല്ലാരും കൂടെ മറച്ചു വെക്കാൻ നോക്കിയാൽ ഞാനൊന്നും അറിയത്തില്ലെന്നോ? എന്റെ അടുത്ത് അന്ന് തന്നെ ക്ലാസ് ടീച്ചർ വിളിച്ചു പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് എവിടം വരെ പോകുമെന്നറിയാൻ വേണ്ടി ഞാൻ കാത്തു നിന്നത്. അന്നൊരു കൊച്ചു ബോക്സ് ഒളിപ്പിച്ചു വെച്ചു എന്നും പറഞ്ഞ് അതിനെ ചൊറിയാണപ്പൊടി അതിന്റെ ദേഹത്ത് വരിയിട്ട്. ഇപ്പൊ അടുത്തതാ വേറൊരു പരിപാടി. ഇതിനൊക്കെ എന്തുവാ? നീക്കെന്തോ വളർന്നു വരുന്ന ഗുണ്ടകളോ? രുദ്രി, മതി. പിള്ളേരെന്തെങ്കിലും കാര്യമില്ല, ഒന്നും ചെയ്യത്തില്ല. നീ പോയെ, ഞാൻ ചോദിച്ചോളാം. ഓ, അല്ലേലും ഞാനൊന്നിനും ഇടപെടാൻ വരുന്നില്ല. നിങ്ങൾ എന്തുവാന്ന് വെച്ചാൽ മാമനും മക്കളും കൂടെ ആയിക്കോ. ഇനി ആരും എന്റെ മുമ്പിലോട്ട് പരാതിയും പറഞ്ഞ് വരരുത്. വിഷി, വിച്ചു, ഇങ്ങോട്ട് വന്നേ. എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്? നിങ്ങൾ എന്തായാലും ഒരു കാര്യമില്ല, ഒന്നും ചെയ്യത്തില്ലെന്ന് മാമന്മാർക്കറിയാം. പറ, എന്തിനാ ചെയ്ത്? അത് പിന്നെ എന്താണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, ഞങ്ങൾ ഒന്നും പറയത്തില്ല. പറ. അത് പിന്നെ ഋഷി, ഇന്നലെ ഉണ്ടല്ലോ ആ ഷാരോന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ആ ഷാരോൺ ഞങ്ങളോട് വന്ന് പറയുക, അവന്റെ ഡാഡി അവന് ഒരു ടോയ് കാർ വാങ്ങിച്ചു കൊടുത്തു, അതിന് 1 lakh rupees ആണൊക്കെ. അപ്പൊ ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അവനെ ബർത്ത്ഡേ വിഷ് ഒക്കെ ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം അവന്റെ ഫ്രണ്ട്സായിട്ട് അവൻ വന്നിന്ന് ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഡാഡി ഇല്ലല്ലോ, അപ്പൊ ഞങ്ങൾക്ക് അതേപോലത്തെ കളിപ്പാട്ടങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് കേട്ടപ്പോ വിഷമമായി. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഇതെന്താ ഈ കാര്യം നിങ്ങൾ ഞങ്ങളോടും രുദ്രിയോടും ഒന്നും പറയാഞ്ഞത്? അത് പിന്നെങ്കിൽ അത് ഞങ്ങളുടെ ഫ്രണ്ട്സ് മുമ്പ് ഞങ്ങളെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഡാഡി ഇല്ലെന്ന് പറഞ്ഞു. അന്നൊക്കെ ഞങ്ങള് മമ്മി എടുത്തു വന്ന് ഞങ്ങൾക്ക് ഡാഡി ഇല്ലേ, ഞങ്ങളുടെ ഡാഡി എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ മമ്മി ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിടും. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ മമ്മി ഇരുന്ന് കരയുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി മമ്മി എടുത്ത് ഇതൊക്കെ ചോദിച്ചാൽ മമ്മിക്ക് വിഷമം വരുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒരിക്കലും മമ്മി എടുത്ത് ഇതേപോലത്തെ കാര്യം സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നതാ. അതുകൊണ്ടാണ് ഞങ്ങൾ മമ്മി എടുത്ത് ചോദിക്കുന്നത്. ഇതെന്താന്നിട്ട് നിങ്ങൾ നേരത്തെ ഞങ്ങളുടെ അടുത്ത് പറയാഞ്ഞത്? പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ കുട്ടികളിൽ സംസാരിക്കത്തില്ലായിരുന്നു. ഇനിയിപ്പോ നിങ്ങളായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാൻ പോകരുത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ഒരാളുടെ അടുത്ത് ഇത് വന്ന് പറയണം, കേട്ടോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അച്ഛനില്ലെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അച്ഛന്മാരല്ലേ. എന്തി 2 എണ്ണം പോരെ? ഇനി ഒരു 10-20 കൂടെ വേണോ? അയ്യോ ഈശ്വര, ഞങ്ങൾക്കൊന്നും വേണ്ടേ, ഉള്ളത് 2 എണ്ണത്തിന് തന്നെ സഹിക്കാൻ വയ്യ. അപ്പഴാ ഇനി ഒരു 10-20 കൂടെ വേറെ വേണ്ടേ വേണ്ട. എനിക്കെന്തോടി ഒരു കുഴപ്പം? അയ്യോ, കുഴപ്പേ ഉള്ളൂ. മതി മതി, രണ്ടും കൂടെ ഇവിടെ കിടന്ന് അടി കൂടാതെ വന്നേ, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എടാ പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റേഷനിലോട്ട് പോകണം. എന്നെ കമ്മീഷണർ വിളിച്ചായിരുന്നു. അല്ല ശിവ, ഇനി എന്താ പരിപാടി? എല്ല് മുറിയെ തിന്നു, ഇനി പല്ല് മുറിയെ ഉറങ്ങണം. എന്തുവാ? അതിനത് ഇങ്ങനെ അല്ലല്ലോ. എല്ല് മുറിയെ പണിയെടുത്ത് പല്ല് മുറിയെ തിന്നണമെന്നല്ലേ? ഇത് പിന്നെ ഏതാ? ഇത് സാധാരണക്കാരുടെ പോളിസി, ഇത് ഈ ശിവയുടെ പോളിസി. നീ ഇങ്ങോട്ട് വന്നേ, വെറുതെ ഇങ്ങനെ ചോദിച്ചേക്കാതെ എനിക്കൊന്ന് ഉറങ്ങണം. ഓ ഓ ഓ ഓ അങ്ങനെ. ഇപ്പൊ
എനിക്ക് കത്തി. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം, നീ അങ്ങോട്ട് ചെല്ല്. ല, 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 ല. ഈ റൂമിനകത്ത് പൂട്ടിയിട്ടേക്കല്ലായിരുന്നു. ഇപ്പൊ അതിന്റെ കുറ്റി എവിടെ? ആരോ ഇതിനകത്ത് ഉണ്ടെന്നാണല്ലോ തോന്നുന്നത്. പൊടിയൊക്കെ അടിച്ചേക്കുന്നു. എന്തായാലും പോയി നോക്കാം. വച്ചു കുട്ടിയെ മുത്തശ്ശിയുടെ മുറിയിലേക്കൊന്ന് വന്നേ. ഹോ, പേടിച്ചു പോയി. മുത്തശ്ശിയായിരുന്നോ? എന്തായാലും ഇനിയിപ്പോ പിന്നെ നോക്കാം. മുത്തു, എന്താ മുത്തു വിളിച്ചത്? ദാ ഇത് തരാനാ. നോക്ക്, ഇത് ഇഷ്ടപ്പെട്ടോന്ന്. രണ്ടാക്കുള്ളതുണ്ട് കേട്ടോ. ഇതെന്താ മുത്തശ്ശി, ധാവണിയോ? ഞങ്ങളുടെ ഇടത്തിലെന്ന് അറിയത്തില്ലേ മുത്തശ്ശി? അതേ മുത്തശ്ശിക്കൊരാഗ്രഹം എന്റെ കുട്ടികളെ ഈ ഡ്രസ്സിലൊന്ന് കാണാൻ. എന്താ എന്റെ കുട്ടികൾ ഇടൂലേ ഈ മുത്തശ്ശിക്ക് വേണ്ടി? ഈ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അതോ ഇനി ഇതിന്റെ പുറകെ വേറെ ആഗ്രഹങ്ങളുണ്ടോ? അത് പിന്നെ കുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ഒന്ന് പോയി വിളക്ക് വെക്കണം സന്ധ്യക്ക്. കാര്യം വേറൊന്നുമല്ല, അവിടെ നിത്യപൂജ എല്ലാം നടക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും കൃത്യമായി പോകാറുമുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ ഒരു കൊല്ലത്തിൽ കൂടുതലായില്ലേ അങ്ങോട്ട് വന്നിട്ട്. അപ്പൊ ഇന്ന് ഈ ധാവണിയും ചുറ്റി നല്ല സുന്ദരികളായിട്ട് എന്റെ കുട്ടികൾ ഇന്ന് ആ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുവണം കേട്ടോ. ഇന്നാള് ഞങ്ങള് ജോത്സ്യനെ കൊണ്ട് സമയം നോക്കിച്ചപ്പോ ഇവിടെ കുടുംബത്തിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് മുത്തശ്ശിക്കൊരു ചെറിയ ഭയം. എന്നാലും എന്റെ കുട്ടികളെ ഞാൻ എന്തിനും പറഞ്ഞ് നിർബന്ധിക്കൊന്നുമില്ല. നിങ്ങൾക്ക് പോണോന്ന് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. അയ്യോ എന്റെ മുത്തു, ഇങ്ങനൊന്നും പറയണ്ട. വേണമെങ്കിൽ പോയാലെന്നുള്ള ഡയലോഗ് കേൾക്കുമ്പോഴേ അറിയാം ഞങ്ങൾ പോവാതെ ഞങ്ങൾക്ക് ഒരു മനസ്സമാധാനവും തരത്തില്ലെന്ന്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും പോയിക്കോളാം. നീ എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ പോയില്ലെന്ന് വെച്ച് നമ്മുടെ കുടുംബത്തിന് ദോഷമൊന്നും വരണ്ട. നിങ്ങൾ എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ അമ്പലത്തിൽ പോയിക്കോളാം. എനിക്കല്ലേലും അറിയാം എന്റെ കുട്ടികൾ ഞാൻ പറയുന്നതൊന്നും തിരസ്കരിക്കത്തില്ലെന്ന്. അല്ലെങ്കിൽ തന്നെ ഒരാളെ സോപ്പിട്ട് കാര്യം നടത്താൻ ഞങ്ങളുടെ മുത്തുവിനെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആരും. പോടി കുറുമ്പി അവിടുന്ന്. എന്തായാലും ചെല്ല്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് കിടന്ന് മയങ്ങിയിട്ടൊക്കെ മതി പോകുന്നത്. വൈകിട്ട് നേരത്തെ പോണം കേട്ടോ, എന്നിട്ട് ഇരുട്ട് മുമ്പേ വരണേ. എനിക്ക് ശരി, ഞാൻ പോവാ. പിന്നെ മുത്തശ്ശി, എനിക്ക് വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു. നമ്മുടെ വടക്കേലൊരു മുറിയില്ലേ, ആ മുറി ഭസ്മമ്മയുടെ മുറിയല്ലായിരുന്നോ? ഇപ്പൊ എന്താ ആ മുറിയിലെ പൂട്ട് കാണാത്തത്? അവിടുത്തെ പൊടിയെല്ലാം അടിച്ചേക്കുന്നു. എന്ത് പറ്റി? അവിടെ ആരെങ്കിലും ഉണ്ടോ? എന്താ കുട്ടിയെ നീ പറയുന്നത്? നീ അങ്ങോട്ട് പോയോ? എന്തിനാ നീ അങ്ങോട്ട് പോയത്? അങ്ങോട്ടൊന്നും ഒരിക്കലും പോകരുത്. അവിടെ ആരുമില്ല. ഇനി വെറുതെ ആവശ്യമില്ലാതെ വടക്കേലോട്ട് നടക്കുകയോ ചെയ്യരുത്, കേട്ടല്ലോ? ഇല്ല മുത്തശ്ശി, ഞാൻ അങ്ങോട്ട് പോയില്ല. ജസ്റ്റ് അവിടെ പോയി നോക്കിയതേ ഉള്ളൂ. ഞാൻ ആ റൂം തുറക്കുന്നതിന് മുമ്പ് മുത്തശ്ശി എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലേ. എന്തായാലും ഇനി ഞാൻ പോകുന്നില്ല. എന്നാലും മുത്തശ്ശി എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? അത് പിന്നെ ഇങ്ങോട്ടൊന്ന് വരിക. എന്നാലും മുത്തശ്ശി എന്തിനാ ഇത്രയും പേടിക്കുന്നത്? എന്തോ ആ മുറിയിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാള് പൂട്ടിയിട്ടിരുന്ന മുറി പെട്ടെന്ന് ഇങ്ങനെ തുറന്നു വരേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഈ ഒരു വർഷം ഞങ്ങൾ മാറി നിന്നപ്പം എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടുപിടിക്കാം, കുഴപ്പമില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇതെവിടുന്ന ഈ അപശബ്ദം? ഇവളായിരുന്നു. എന്റെ പൊന്നോ, തീറ്റി ഉറക്കം. ഇത് തന്നെ 24 മണിക്കൂറും പണി. അയ്യോ, ഈ പറയുന്ന മാഡത്തിന്റെ ജോലി എന്താണാവോ? ചെറുതായിട്ട് ഇതൊക്കെ തന്നെയായി വരും. ഞാനിപ്പോ അവള് മാത്രം സൂചിച്ചാണെന്ന് പറയണ്ട, ഞാനും കിടക്കും. Excuse me, sir. May I get in? യെസ്, ഗെറ്റ് ഇൻ. ഇതാര്? ഋഷഭോ? ഇരിക്കടോ താൻ. എന്താ സാർ പ്രധാനമായി കാണണമെന്ന് പറഞ്ഞത്? ഋഷഭ്, ഞാൻ തന്നെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. നമ്മൾ കുറെ നാളായിട്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേസില്ലേ, നമ്മൾ സീക്രട്ടായിട്ട് മാത്രം അന്വേഷിക്കുന്ന ഓർഗൻ ട്രാൻസ്പോർട്ടിംഗ് കേസ്. അതിന്റെ ഉത്ഭവനം ഈ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നല്ല. Sir, what? എസ് ഋഷഭ്, ഇറ്റ്സ് റിയലി ഫ്രം കേരള. Sir, how? How is this possible? നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇത് കേരളത്തിൽ നിന്നാണ്? എസ് ഋഷഭ്, പണം കൊടുത്ത എവിടെയും ഏതുവിനും ഒറ്റും, അല്ലേ?
അതേപോലെ ഒരു ഒറ്റുകാരനെ നമ്മളും സംഘടിപ്പിച്ചു. ആ ഒറ്റുകാരിൽ നിന്ന് കിട്ടിയതാ. അവിടെ വരുന്ന എല്ലാ കണ്ടെയ്നേഴ്സും കേരളത്തിൽ നിന്നുള്ളതാ. സോ ഇറ്റ്സ് ക്ലിയർലി ഫ്രം കേരള. സർ, സാർ തന്നെ പറഞ്ഞല്ലോ പൈസ കൊടുത്ത ഏതോവിനും ഒറ്റുവെന്ന്. അപ്പൊ പിന്നെ അയാളെ പോലെ ഒരാൾ നമ്മളെ ഒറ്റത്തില്ലെന്ന് എന്താ എത്ര ഉറപ്പ്? Hey, no Rishabh. It's a part of personal revenge for him. So he will not. Then what's the next plan, sir? You are going to Kerala. Not only you, also Agni. Inform him about this. Your transfer is getting ready. So, where is it from Kerala? It's Kerala. The name was something like Kerala. Keralapuram. So the next hunt is from Keralapuram. Best of luck, man. വേണ്ട. ഹർഷ, വേണ്ട. വച്ചു വച്ചു, നീ എന്നിട്ട് കുറെ നേരമായിട്ട് ഇങ്ങനെ പിച്ചും പേയും പറയുന്നത്? ഹോ, സ്വപ്നമായിരുന്നു. നീ ഇതെന്തോ സ്വപ്നം കണ്ട കാര്യോ പറയുന്നേ? ഒന്നുമില്ല. നീ ഇതെങ്ങോട്ടാ ഈ തോർത്തൊക്കെ എടുത്തോണ്ട്? അയ്യോ പൊന്നുമോള്, ഞാൻ കിടന്നുറങ്ങാൻ നേരത്ത് കറങ്ങി നടക്കാൻ പോയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് നിന്നൊരു സാധനം വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വന്നില്ലേ ഒരിടത്ത് പോവാന്നും പറഞ്ഞ്. എന്നിട്ട് എന്റെ അടുത്ത് പറയാതെ എന്റെ കൂടെ കയറി കിടന്ന് എന്നെക്കാട്ടി നല്ല രീതിയിൽ ഉറങ്ങി. നിന്റെ ഉറക്കം കാരണവും നിന്റെ ഉത്തരവാദിത്തം കാരണവും ഞാനിപ്പോ അമ്മ വന്ന് വിളിച്ചു നടത്തിയപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നമുക്ക് പോയി കുളത്തിൽ കുളിക്കാം, കുറെ നാടായില്ലേ കുളത്തിൽ കുളിച്ചിട്ട്. അങ്ങനെ നിന്നെ വിളിക്കാൻ വന്നപ്പോഴാ നീ ഇവിടെ ഏതൊക്കെയോ ദേവേട്ടനെ സ്വപ്നം കണ്ട് കിടക്കുന്നത്. സത്യം പറയടി, ആരാടി ഈ ദേവേട്ടൻ? ഞാൻ അറിയാതെ നീ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആരെങ്കിലും ലൈൻ വലിക്കുന്നുണ്ടോ? ഞാനെങ്ങാനും പൊക്കിയ എന്റെ പൊന്നു മോളെ. എനിക്കൊരു ദേവേട്ടനെ കോവേട്ടനെ അടുത്തില്ല. വെറുതെ എന്റെ അടുത്ത് ഇത് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നാലാ. എണീറ്റ് മാറി പോ. അയ്യന്റെ മോളെ, ഞാൻ ഒരു തമാശ പറഞ്ഞില്ലേ, അപ്പത്തേക്ക് സീരിയസ് ആക്കി എടുത്ത്. കൊച്ചു കല്ലി വാ ഇങ്ങോട്ട്. എന്നാലും ആ കണ്ണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയാന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. ഓ, ഇനി ഇതും ചിന്തിച്ചുകൊണ്ട് എന്നിട്ട് അവളെങ്ങാനും കയറി വന്നിട്ടാണ് ഇനി അടുത്ത് തുടങ്ങാൻ. ഇപ്പൊ തന്നെ ഒരുവിധം എങ്ങനെയില്ല രക്ഷപ്പെട്ട അവളുടെ ചോദ്യത്തിന്.